ജി.വി. രാജ കായിക പുരസ്കാര നിർണയത്തിലെ തുടർച്ചയായ അവഗണനയ്ക്കെതിരെ ഒളിമ്പ്യൻ അനിൽകുമാർ 2000 മുതൽ തുടർച്ചയായി അപേക്ഷിച്ചിട്ടും അവഗണിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് അനിൽകുമാർ റിപ്പോർട്ടറോട് പറഞ്ഞു. 1996 മുതൽ 12 വർഷം 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ ചാമ്പ്യനായ അനിൽകുമാറിന്റെ പേരിലാണ് ഇപ്പോഴും ദേശീയ റെക്കോർഡ്. കഴിഞ്ഞ വർഷം 4 പേർക്കാണ് ജി.വി. രാജ പുരസ്കാരം സർക്കാർ നൽകിയത്. ഇതിൽ ടോം ജോസഫിനും അഞ്ജു ബോബി ജോർജിനും ലൈഫ് ടൈം അച്ചീവ്മെന്റ് എന്ന നിലയിലായിരുന്നു പുരസ്കാരം. ഇതേ വിഭാഗത്തിൽ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു അനിൽകുമാർ അപേക്ഷ നൽകിയത്. 2000 ഒളിമ്പിക്സിൽ പങ്കെടുത്ത അനിൽകുമാർ രാജ്യത്തെ എക്കാലത്തെയും മികച്ച സ്പ്രിന്റ് താരമായാണ് കണക്കാക്കപ്പെടുന്നത്. 100 മീറ്ററിൽ 96 മുതൽ 2008 വരെ ദേശീയ ചാമ്പ്യനായിരുന്ന അനിൽകുമാറിന്റെ പേരിൽ തന്നെയാണ് ഇപ്പോഴും ദേശീയ റെക്കോർഡും സാഫ് ഗെയിംസ് റെക്കോർഡും. ഏഷ്യൻ ഗെയിംസിൽ സ്പ്രിന്റിൽ രാജ്യത്തിനായി മെഡൽ നേടിയ അനിൽകുമാർ തന്നെയാണ് വർഷങ്ങൾ പഴക്കമുള്ള മിൽഖ സിംഗിന്റെ റെക്കോർഡ് തകർത്തതും. സംസ്ഥാന സർക്കാരിന്റെ പരിഗണന ലഭിക്കാൻ ഇനിയും എന്താണ് വേണ്ടതെന്നാണ് അനിൽകുമാർ ചോദിക്കുന്നത്. ഞാൻ ഇനി ഇതിൽ കൂടുതൽ എന്താണ് 100 മീറ്ററിന്റെ നാഷണൽ റെക്കോർഡ് ആണ്, സാഫ് ഗെയിംസ് റെക്കോർഡ് എൻ്റെ പേരിലാണ് ഇപ്പോഴും പ്രസന്റിൽ. ഞാൻ ഇനി ഇതിൽ കൂടുതൽ എന്താണ് അച്ചീവ്മെന്റ് ചെയ്യേണ്ടതെന്ന് ഈ പറയുന്ന ആൾക്കാർ എനിക്ക് പറഞ്ഞു തരിക. എല്ലാവർക്കും കിട്ടേണ്ട അവാർഡ്. പലതവണ അപേക്ഷിച്ചിട്ടും അവഗണനയായിരുന്നു ബലം. ഭാരത സർക്കാരിന്റെ വിശിഷ്ട സേവാ മെഡൽ വരെ നേടിയ അനിൽകുമാറാണ് സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ അപേക്ഷ അയച്ച് കാത്തിരിക്കുന്നതും. പല കോച്ചേഴ്സും എൻ്റെ റൂമിൽ കയറി ഇറങ്ങി നടന്നിട്ടുണ്ട്. അല്ലെ ഒരു ഇവന്റ് കൂടെ കൂടുതൽ ചെയ്യും, നമുക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടുമെന്നുള്ള രീതിയിൽ. അതായത് ഞാൻ സ്ട്രെയിൻ ചെയ്തതാണ്. അന്നൊക്കെ എന്നെ ആവശ്യമുണ്ടായിരുന്നു. ഇന്ന് വെറും പുല്ലുമാതിരി എടുത്ത് തള്ളിക്കളയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കരമായിട്ട് ഒരു സ്പോർട്സ്മാൻ ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാവരുത്. കൊല്ലത്തെ സായി കേന്ദ്രത്തിലെ കോച്ചാണ് അനിൽകുമാർ ഇപ്പോൾ. ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.